പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 177 വചനത്തിൽ വലാകിന്നൽ ബിർ മൻ ആമന ബില്ലാഹ് എന്ന് തുടങ്ങി സാക്ഷാൽ ബിർറ് അതാരുടെ ബിറാണ്, അല്ലെങ്കിൽ സാക്ഷാൽ ബിറിനുടമ പുണ്യാളൻ അത് ആരാണ്, ആ തുടർച്ചയിൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി എന്ന് തുടങ്ങി നമ്മൾ വിശ്വാസകാര്യങ്ങളെ മനസ്സിലാക്കി. പിന്നീട് വആതൽ മാല അലാ ഹുബ്ബിഹി എന്ന് തുടങ്ങി നമ്മൾ സമ്പത്തിനോട് ഇമ്പവും ഇഷ്ടവും ഉണ്ടായിട്ടും ആ സമ്പത്ത് വിനിയോഗിക്കുന്നവനുമാണ് യഥാർത്ഥ പുണ്യാളൻ, അല്ലെങ്കിൽ അവൻ്റെ പുണ്യമാണ് യഥാർത്ഥ ബിർറ് പുണ്യം എന്ന് പഠിച്ച് ഈ സമ്പത്ത് ആർക്ക് നൽകുന്നു, ആ ഗണങ്ങളെയാണ് ഇവിടെ നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ നമ്മൾ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ എന്നിവയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ വൽ മസാക്കീന വബ്ന സബീൽ. വൽ മസാക്കീൻ, സ്വത്തിനോട് ഇഷ്ടമുണ്ടായിട്ടും ആ സ്വത്ത് തൻ്റെ സ്വാർത്ഥതകളെ ബലി കഴിച്ച് ഈ പുണ്യാളൻ നൽകും. ആർക്ക് നൽകും? മിസ്കീന്മാർക്ക് നൽകും. മസാക്കീൻ എന്നുള്ളത് മിസ്കീൻ എന്നുള്ളതിൻ്റെ ബഹുവചനം. ഈ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് വന്നതാണ്, ഇതിനു മുമ്പ് തന്നെ സൂറത്തുൽ ബഖറയിൽ തന്നെ വന്നു പോയിട്ടുണ്ട്. ഏതായാലും നമ്മൾ അതിൻ്റെ ചില പ്രത്യേകതകൾ, ഈ പദപ്രയോഗങ്ങളുടെ ചില വിശേഷങ്ങൾ അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കുന്നതിൽ നമുക്ക് വലിയ ഫലങ്ങൾ ഉള്ളതിനാലാണ് ചിലതൊക്കെ ഉണർത്തി വീണ്ടും വിശദീകരിച്ചു പോകുന്നത്. മസാക്കീൻ കൊണ്ട് ഉദ്ദേശം മിസ്കീനുമാരും അതേപോലെ ഫക്കീറന്മാരുമാണ്. ഫക്കീറബായ ഈ പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് മുമ്പ് സൂറത്തുൽ ബഖറയിൽ തന്നെ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ചില പദങ്ങൾ അത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടതിൻ്റെ അനിവാര്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചതിന് വീണ്ടും അതിൻ്റെ ചില പ്രത്യേകതകളെ എണ്ണുന്നതും പഠിക്കുന്നതും. വൽമസാക്കീൻ എന്നുള്ളത് മിസ്കീൻ എന്നുള്ളതിൻ്റെ ബഹുവചനം എന്ന് പറഞ്ഞല്ലോ. മൻ ലാ ശൈഅ ലഹു ഔ ലഹു മാ ലാ യക്ഫീഹി ഔ അസ്കനഹുൽ ഫഖറു. ഇതൊക്കെയാണ് ഭാഷാ നിഘണ്ടുക്കളിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ലാത്തവൻ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട് പക്ഷേ അതവന് തികയില്ല, മതിയാകില്ല. അസ്കനഹുൽ ഫഖർ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ, വല്ലായ്മ, അവൻ്റെ ചലനത്തെ പരിമിതപ്പെടുത്തി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു നിർവചനം. മൻ അസ്കനതുഹുൽ ഹാജ എന്നാണ്, ആവശ്യം ഇരുത്തി കളഞ്ഞവൻ എന്നൊക്കെ. മസാക്കീൻ എന്ന് പ്രയോഗിക്കുമ്പോൾ ഇവിടെ അൽ ഫക്കീറും ഉദ്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മിസ്കീനെ കുറിച്ച് പറയുന്നുണ്ട്. ലൈസൽ മിസ്കീനു ബിഹാദ തവാഫ് അല്ലദി യതൂഫു അലന്നാസ്. ജനങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന തവാഫ് വ്യക്തിയല്ല യഥാർത്ഥ മിസ്കീൻ. ഫതറുദ്ദുഹു ലുഖ്മതു വല്ലുഖ്മത്താൻ വത്തമ്രത്തു വത്തമ്രത്താൻ. അപ്പോൾ ആരെങ്കിലും ഈ ചുറ്റി യാചിച്ച് നടക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ ഒരു ഉരുള അല്ലെങ്കിൽ രണ്ട് ഉരുള അല്ലെങ്കിൽ ഒരു കാരക്ക രണ്ട് കാരക്കൊക്കെ നൽകുമ്പോൾ അയാൾ അത് കിട്ടിയത് കൊണ്ട് മടങ്ങുന്ന അങ്ങനത്തെ യാചകനല്ല ഒരിക്കലും മിസ്കീൻ. അപ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, എഫമൽ മിസ്കീൻ യാ റസൂലല്ലാ, അപ്പോൾ റസൂലേ ആരാണ് ഈ മിസ്കീൻ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുത്തിക്കൊണ്ടുള്ള പറച്ചിൽ, ധാരണ തിരുത്തിക്കൊണ്ടുള്ള പറച്ചിൽ, ഇന്നൽ മിസ്കീൻ അൽ മുതഅഫിഫ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അൽ മുതഅഫിഫു, മാനം കാക്കുന്ന ആവശ്യക്കാരനാണ്. ആവശ്യമുണ്ട്, പക്ഷേ മാനം കാക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യൂല, ആരോടും യാചിക്കൂല, ചോദിക്കൂല. അങ്ങനെയുള്ളവനാണ് മിസ്കീൻ. അല്ലദീ ലാ യജിദു ഗിനൻ യുഗ്നീഹി. അയാളെ പര്യാപ്തപ്പെടുത്തുന്ന, ധന്യനാക്കുന്ന ഒരു ഐശ്വര്യം, സമ്പത്തില്ല. വല യഅലമുന്നാസു ഹാജതഹു. അയാളുടെ ആവശ്യം ജനങ്ങൾക്കൊട്ട് അറിയൂല. ഫയുതസദ്ദഖ അലൈഹി. അങ്ങനെയാണെങ്കിൽ ആളുകൾ സദഖ ചെയ്യും. വല യഖൂം ഫയസ്അലുന്നാസ്. ഇയാൾ ജനങ്ങളോട് എഴുന്നേറ്റ് ചോദിക്കൂല. അപ്പോൾ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ആവശ്യം ഇല്ലാത്തവനാണ്, പക്ഷേ ആവശ്യക്കാരനാണ്.
ആളുകളോട് എഴുന്നേറ്റ് എന്തെങ്കിലും തരണം എന്ന് ചോദിക്കില്ല. അയാൾ സ്വയമേവ സമ്പന്നനോ ധന്യനോ അല്ല. അങ്ങനെയുള്ള വ്യക്തി അതാണ് ഇന്നൽ മിസ്കീന അൽ മുതഅഫീഫു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. മാനം കാക്കുന്ന മിസ്കീൻ. എന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഓതിയ വചനുണ്ട്, വഖറഉ ഇൻ ശിഅ്തും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നിങ്ങൾ ഓതു. എന്നിട്ട് സൂറത്തുൽ ബഖറയിലെ 273 വചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഓതി എന്നാണ്. ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ് യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ് ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതാൻ ആഹ്വാനം ചെയ്തു എന്നാണ്. വഖറഉ ഇൻ ശിഅ്തും എന്നിട്ട് ഓതി കൊടുത്തു. ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹി ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ് യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ് തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ. എന്താ? ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് നിങ്ങൾ ചെലവ് ചെയ്യുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അവരെപ്പറ്റി ധാരണയില്ലാത്തവർ അവരുടെ മാന്യത കണ്ട് അവർ ധനികനാണെന്ന് വിശ്വസിക്കും, ധരിക്കും. എന്നാൽ അവരുടെ ലക്ഷണം അത് മനസ്സിലാക്കി താങ്കൾക്ക് അവരെ തിരിച്ചറിയാം. അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിസ്കീനെ വിശദീകരിക്കണം. ആരാ മിസ്കീൻ? ആവശ്യക്കാരനാണ്, പക്ഷെ ജനങ്ങളോട് മാനം കാത്ത് അഭിമാനബോധത്താൽ യാചിക്കാത്തവൻ, ചോദിക്കാത്തവൻ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിസ്കീനെ പരിചയപ്പെടുത്തിയ ഹദീസിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഇമാം നസായി ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അതിൽ ആയത്ത് ഓതിയപ്പോൾ ലിൽ ഫുഖറാഇ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ് എന്നുള്ള ആയത്താണ് ഓതിയത്. ഞാൻ പറഞ്ഞു വന്നത് മിസ്കീൻ, ഫക്കീർ രണ്ട് സാങ്കേതിക ശബ്ദമാണ്. ഇത് രണ്ടും ഒരിടത്ത് പറഞ്ഞാൽ ഉദ്ദേശം വേറെ വേറെയാണ്. എന്നാൽ ഒരാളെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റേ ആളും ഉദ്ദേശമാണ്. ഇവിടെ അൽ മസാക്കീൻ എന്ന് പറഞ്ഞപ്പോൾ ഫക്കീറന്മാരും ഉദ്ദേശമാണ്. ഇവർ രണ്ട് വിഭാഗം ആളുകളാണെങ്കിലും ഇപ്പോൾ സക്കാത്ത് നൽകുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ, അവിടെ ഫുഖറാ വേറെ മസാക്കീൻ വേറെ. നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഫക്കീറുണ്ട്, അതേപോലെ മിസ്കീനുണ്ട്. രണ്ടും പറഞ്ഞാൽ രണ്ടും ഉദ്ദേശം വേറെയാണ്. ഫക്കീർ പറ്റ അവശനും പറ്റേ പതിതനുമാണ്. മിസ്കീൻ താരതമ്യേന ഭേദപ്പെട്ടവനാണ്, പക്ഷേ ആവശ്യക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മിസ്കീനായി ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫക്കീറാകുന്നതിനെ തൊട്ട് അള്ളാഹിനോട് അഭയം തേടി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, ഫഖറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ രക്ഷ തേടിയിട്ടുണ്ട്. കാരണം ഫഖർ അത് പറ്റേ അവശമായ ഒരാൾ അന്യാശ്രയക്കാരനായി പോകാൻ നിർബന്ധിതമാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഫക്കീർ വേറെ, മിസ്കീൻ വേറെ. എന്നാൽ മസാക്കീൻ എന്ന് മാത്രം പ്രയോഗിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ മിസ്കീന്മാരും ഫക്കീർമാരും ഉദ്ദേശമാണ് എന്നുള്ളതാണ്. ഏതായാലും പല നമ്മുടെ ഈ തുടർ ക്ലാസ്സുകളിൽ തന്നെ മിസ്കീന്മാർ അവർക്കുള്ള സ്ഥാനം, അതേപോലെ തന്നെ മിസ്കീന്മാരുടെ അവകാശം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരശേഷം ദുആ ചെയ്യാൻ പഠിപ്പിച്ച ആ ദുആ വചനങ്ങളിൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാക്കീൻ വഅൻ തഗ്ഫിറ ലി വതർഹമനി വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖ്മിദ്നി ഇലൈക ഗൈറ മഫ്തൂൻ വഅസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർറിബു ഇലാ ഹുബ്ബിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദുആ വചനാണല്ലോ. ഇവിടെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അല്ലാഹുവേ നിന്നോട് ഞാൻ സൽ പ്രവൃത്തികൾ ചെയ്യാനുള്ള ഉദവി തേടുന്നു. വതർക്കൽ മുൻകറാത്ത്, തിന്മകൾ വിട്ടൊഴിയാനുള്ള കഴിവിനെ തേടുന്നു. വഹുബ്ബൽ മസാക്കീൻ, മിസ്കീന്മാരോടുള്ള ഹുബിനെ യാചിക്കുന്നു. നോക്കൂ നിങ്ങളിവിടെ മിസ്കീന്മാരുടെ ഒരു മഹത്വം, അവരോടുള്ള സ്നേഹം, ഇഷ്ടം
അത് അള്ളാഹുവിനോട് തേടാൻ പഠിപ്പിക്കുകയാണ്. മിസ്കിന്മാർക്ക് വലിയ അവകാശങ്ങളും അർഹതകളും നമ്മുടെ ദീനിലുണ്ട്. നമ്മളത് പലതും പഠിച്ചു പോയതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്കിതിൻ്റെ ഈ ഒരു തുടർച്ചയിൽ ആ വിഷയത്തിൽ ചില തിരുവചനങ്ങൾ, തിരുമൊഴികൾ ഇൻഷാ അല്ലാഹ് വരികയും ചെയ്യും ബിഇദ്നില്ലാ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് വബ്ന സബീൽ, യഥാർത്ഥ പുണ്യാളൻ അല്ലെങ്കിൽ പുണ്യം ആരുടെ പുണ്യമാണ്? അങ്ങനെയുള്ള വ്യക്തി തൻ്റെ സ്വത്തിൽ നിന്ന് ആ സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും നൽകും. വബ്ന സബീൽ, ഇബ്നു സബീലിനും. ഇബ്നു സബീൽ വഴിപോക്കനാണ്. അൽ മുസാഫിറുൽ മുൻഖത്തിഉ അനിൽ അഹ്ൽ, തൻ്റെ കുടുംബത്തിൽ നിന്ന് ബന്ധം മുറിഞ്ഞ യാത്രികൻ, യാത്രക്കാരൻ. ഒരാൾ യാത്രയിലാണ്, അയാൾ വഴിപോക്കനായി ആവശ്യക്കാരനായി മാറുന്നു. ആ രീതിയിൽ അയാൾ ഒരു നിരാശ്രയനെ പോലെ, ഒരു വഴിയുടെ സന്തതി എന്ന പോലെ പരിണമിക്കുന്നു. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞത് വജുഇല ഇബ്നൻ ലിസ്സബീൽ ലിമുലാസമത്തിഹി ലഹു എന്നാണ്. ഇബ്നു സബീൽ എന്ന് പറഞ്ഞാൽ സബീലിൻ്റെ പുത്രൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ യാത്രാ മാർഗേണ വിടാതെ കൂടുന്നതിനാൽ, വഴിയെ ആശ്രയിക്കേണ്ടതിനാൽ ജുഇല ഇബ്നൻ ലിസ്സബീൽ എന്നാണ്, അയാളെ വഴിയുടെ പുത്രൻ എന്നാക്കപ്പെട്ടു. അങ്ങനെ ഭാഷയിൽ പ്രയോഗമുണ്ട്. ബനുദ്ദുന്യ എന്നറിയും, അബ്നാ ഉദ്ദുന്യ, ദുനിയാവിൻ്റെ മക്കൾ. എന്തിനാ ദുനിയാവിൻ്റെ മക്കൾ എന്ന് പറയുന്നത്? ദുനിയാവിനെ പൂണ്ടുകൂടി ദുനിയാവിൽ ആർത്തി പൂണ്ട് കഴിയുന്നതിനാൽ. വ്യഭിചാരികളെക്കുറിച്ച് പറയും, അള്ളാഹ് നമ്മളെ കാക്കട്ടെ. വലതു സിനിയത്തിൻ അല്ലെങ്കിൽ ഇബ്നു സിനിയത്തിൻ എന്ന് പറയും. കാരണം വ്യഭിചാരം തൊഴിലാക്കി അതിൽ ആസക്തി പൂണ്ട് കഴിയുന്ന അവസ്ഥ ഉള്ളത് കൊണ്ടാണ് വലതു സിനിയ അല്ലെങ്കിൽ ഇബ്നു സിനിയ എന്ന് വ്യഭിചാരിയെക്കുറിച്ച് പറയുന്നത്. ഒരു ഹദീസിൽ പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഖംറിൻ വലാ മന്നാനുൻ വലാ ആഖുല്ലി വാലിദൈ വലാ വലദു സിനിയത്തിൻ. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല 4 കൂട്ടർ. ഒന്ന് മുദ്മിനു ഖംറിൻ, കള്ളുകുടിയൻ. പിന്നെ മന്നാൻ, ചെയ്ത പുണ്യം ദാനം അത് എടുത്ത് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നവൻ. പിന്നെ ആഖു വാലിദൈഹി, മാതാപിതാക്കൾക്ക് ദ്രോഹം ചെയ്യുന്നവൻ, അള്ളാഹു കാക്കട്ടെ. പിന്നെ വലതു സിനിയത്തിൻ, വ്യഭിചാരി. ഇബ്നു സബീൽ എന്ന പോലെ ഒരു പ്രയോഗമാണത്, വലതു സിനിയത്തിൻ. അത് പറയാൻ കാരണം ചില ആളുകൾ അവിടെ മനസ്സിലാക്കിയത് ജാരസന്തതിയാണ് ഉദ്ദേശം എന്നാണ്. വ്യഭിചാരത്തിൽ പിറന്ന സന്താനമാണ് വലത് സിനിയത്തിൻ എന്നാണ് ചിലർ മനസ്സിലാക്കിയത്. അയാൾ സ്വർഗത്തിൽ പോകാതിരിക്കാൻ അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? മറ്റ് 2 പേർ ചെയ്ത കുറ്റത്തിൻ്റെ ഒരു ഇരയാണ് അദ്ദേഹം, ഈ ജാരസന്താനം. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതിനാൽ ഒരിക്കലും അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, മറ്റൊരാളുടെ പാപഭാരം ഒരു നിരപരാധി പേറുന്ന അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജാരസന്താനം എന്ന അർത്ഥം പറയാൻ പാടുള്ളതല്ല. വലതു സിനിയത്തിൻ എന്ന് പറഞ്ഞാൽ ഇബ്നു സബീൽ എന്നതുപോലെ ഒരു പ്രയോഗമാണ്. യാത്ര വഴിമുട്ടിയവൻ പാതയോരത്ത് നിലയുറപ്പിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. അവൻ ആ വഴിയിൽ കഴിയേണ്ടവനാണ്. അതുകൊണ്ടാണ് ഇബ്നു സബീൽ എന്ന് പറഞ്ഞത്. ഇതേപോലെയാണ് വ്യഭിചാരം തൊഴിലാക്കി വ്യഭിചാരത്തിൽ പൂണ്ടുപോയ ആളുകൾ, അവർക്ക് വലതു സിനി അല്ലെങ്കിൽ ഇബ്നു സിനിയ എന്ന് പറയുന്നത്. അത്തരക്കാർക്ക് സ്വർഗമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ഇബ്നു സബീൽ, എന്തുകൊണ്ടാണ് യാത്രാമാർഗം വഴിമുട്ടിയ വ്യക്തി ഇബ്നു സബീൽ എന്ന് പറയപ്പെട്ടത്? അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാക്കാനാണ് ഞാൻ ഈ കാര്യം ഉണർത്തിയത്. ഇവിടെ യഥാർത്ഥ പുണ്യാളൻ ഇബ്നു സബീലിന് തൻ്റെ സ്വത്ത് നൽകും. ആ സ്വത്തിനോട് തനിക്ക് പ്രിയവും ഇഷ്ടവുമുള്ളതോടൊപ്പം അയാളുടെ പുണ്യമാണ് യഥാർത്ഥ പുണ്യം, അല്ലെങ്കിൽ അയാളാണ് യഥാർത്ഥ പുണ്യാളൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഇബ്നു സബീൽ ഈ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ദീനിൽ ഏറെ പുണ്യമുള്ള വിഷയമാണ് ഈ ഇബ്നു സബീലിനെ പരിഗണിക്കുക എന്നുള്ളത്. ഒരു വേള ഇബ്നു സബീൽ അയാളുടെ ജന്മനാട്ടിൽ അല്ലെങ്കിൽ അയാളുടെ സ്വദേശത്ത് സമ്പന്നനായിരിക്കും. പക്ഷേ വിദേശത്ത് അയാൾ വഴിമുട്ടി യാത്രാമാർഗം
നിലച്ച് കഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്നു സബീൽ എന്നാണ് പറഞ്ഞത്. അയാൾ ആരായാലും അയാളെ സ്വത്ത് നൽകി സഹായിക്കുക എന്നത് വലിയ പുണ്യമാണ്. നമ്മുടെ ദീനിൻ്റെ ഒരു മഹത്വം കൂടിയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. സമൂഹ ശ്രേണിയിലുള്ള ആളുകളെ അവരുടെ അവസ്ഥകളെ മാനിച്ച് സാഹചര്യം പരിഗണിച്ച് ഇസ്ലാം എത്ര നന്മകളാണ് മനുഷ്യർക്ക് വിധിച്ചത്, മനുഷ്യർക്ക് കനിഞ്ഞത്. ഒരു ഹദീസിൽ സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം എന്ന് പറഞ്ഞു. 3 കൂട്ടർ അള്ളാഹു അന്ത്യനാളിൽ അവരോട് സംസാരിക്കൂല, അവരിലേക്ക് കാരുണ്യത്തോടെ നോക്കൂല, അവരുടെ തെറ്റുകുറ്റങ്ങൾ പരിഹരിക്കുകയോ അവരെ ശുദ്ധീകരിക്കുകയോ ചെയ്യില്ല, അവർക്ക് നോവേറ്റുന്ന ശിക്ഷയാണ് ഉള്ളതെന്ന് പറഞ്ഞ് ആ 3 കൂട്ടരെ പരിചയപ്പെടുത്തിയപ്പോൾ അതിലൊരാൾ റജുലുൻ കാന ലഹു ഫദ്ലു മാഇൻ ബിത്തരീഖ്, ഒരു വ്യക്തി അയാൾക്ക് ഫദ്ലു മാ ഉണ്ടായിരുന്നു എന്നാണ്. അയാൾ ഉപയോഗിച്ചിട്ട് ശിഷ്ടജലം മിച്ചം വന്നത്, അതും ബിത്തരീഖ് വഴിയോരത്ത്. യംനഉ മിൻഹു ഇബ്ന സബീൽ, എന്നിട്ട് ആ വെള്ളം അയാൾ ഇബ്നു സബീലിന് വിലങ്ങുന്നു, തടയുന്നു. അതാണ് അയാളുടെ കുറ്റം. കുറച്ച് വെള്ളമുണ്ട്, അതിനയാൾ ആവശ്യക്കാരനാണ്, തനിക്ക് സ്വാർത്ഥമായതാണ് എങ്കിൽ ഇബ്നു സബീലിനെ വിഗണിച്ചാൽ അത്ര ഗൗരവമായി പറയാൻ പറ്റൂല. പക്ഷേ ഇത് ഒരു വ്യക്തി അയാൾക്ക് ശിഷ്ടജലം അയാൾ ഉപയോഗിച്ച് അയാൾക്ക് വേണ്ട, മിച്ചമുള്ളതാണ്, എന്നിട്ട് അത് ഇബ്നു സബീലിന് അയാൾ തടയുന്നു. അങ്ങനെയുള്ള വ്യക്തി അയാളോട് അള്ളാഹു അന്ത്യനാളിൽ സംസാരിക്കൂല, അയാളെ കാരുണ്യത്തോടു കൂടി നോക്കൂല, അയാളെ സംസ്കരിക്കുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്യില്ല, നോവേറ്റുന്ന ശിക്ഷ നൽകും എന്നാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അന്ത്യനാളായാൽ അയാളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാർക്കശ്യത്തിൽ ഗൗരവത്തിൽ പറയും, അൽയൗമ അംനഉ കഫദ്ലി കമാ മനഅത ഫദ്ല മാ ലം തഅമൽ യദാക്, ഇന്ന് ഞാൻ നിനക്ക് എൻ്റെ ഫദ്ൽ ഔദാര്യം അത് തടയും, നിൻ്റെ കൈകൾ ചെയ്യാത്തത് മിച്ചമായി നിൻ്റെ അടുക്കൽ വന്നപ്പോൾ നീ അത് തടഞ്ഞതുപോലെ. വെള്ളം അത് അള്ളാഹു കനിഞ്ഞതാണ്, ഒരാൾ തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ചുണ്ടാക്കിയതല്ല. പടച്ച റബ്ബ് മഴയായി പെയ്യിപ്പിച്ച് അവതരിപ്പിച്ച വെള്ളമാണ്. എന്നിട്ട് അതിൽ മിച്ചമുള്ളത് തടഞ്ഞു, നീ അത് അന്ന് തടഞ്ഞതുപോലെ ഇന്ന് ഞാൻ എൻ്റെ ഔദാര്യം നിനക്ക് തടയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളോട് അന്ത്യനാളിൽ പറയുമെന്നാണ്. ഇത് വിഷയം ഇബ്നു സബീൽ അയാളെ ഹനിച്ചതിൻ്റെ, അയാൾക്ക് തടഞ്ഞതിൻ്റെ ഒരു ശിക്ഷയായി ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചതാണ്. ഇബ്നു സബീൽ വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് നമ്മുടെ ദീനിൽ. ഒരു ഹദീസിൽ മൻ ഖതഅ സിദ്റതൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ എന്നാണ്. മരങ്ങൾ മുറിച്ചാൽ, അതാണ് മൻ ഖതഅ സിദ്റതൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ, അവൻ്റെ തല നരകത്തിൽ വീഴ്ത്തി ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. എന്തിനാണ് മരം മുറിച്ചതിന് നരകശിക്ഷ പറഞ്ഞത്? അബ്ദുള്ള ഇബ്നു ഹുബഷി അൽ ഖസ്അമിയിൽ നിന്ന് ഇമാം അബൂദാവൂദിൻ്റെ നിവേദനമാണ്. എന്തിനാ ഒരു വൃക്ഷം മുറിച്ചതിന് നരകത്തിൽ പോകുന്നത്? അതിന് ഉദ്ദേശം മരുപ്പറമ്പിലാകട്ടെ വഴിയോരത്താകട്ടെ സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ, അതിൽ യസ്തദില്ലു ബിഹ ഇബ്നു സബീൽ, വഴിപോക്കൻ തണൽ കൊണ്ട് ഉറങ്ങാൻ, തണൽ കൊണ്ട് വിശ്രമിക്കാൻ ഉള്ള വൃക്ഷമാണത്. അതേപോലെ കന്നുകാലികളും. അപ്പോൾ കന്നുകാലികൾക്ക് അതേപോലെ വഴിയാത്രികർക്ക് വിശ്രമിക്കാനുള്ള ഇടമാണ് വഴിയോരങ്ങളിൽ, അതേപോലെ മരുപ്പറമ്പുകളിൽ വിജനതകളിൽ കുടിക്കൊള്ളുന്ന വൃക്ഷങ്ങൾ. അത് മുറിക്കപ്പെടാവതല്ല, അനാവശ്യമായിട്ട് അന്യായമായിട്ട് അങ്ങനെ മുറിച്ചാൽ അതാണ് മൻ ഖതഅ സിദ്റതൻ സവ്വബല്ലാഹു റഅസഹു ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായിട്ട് പറഞ്ഞത്. ഇബ്നു സബീലിൻ്റെ ഒരു സ്ഥാനമാണിത്, അവർക്കുള്ള അവകാശത്തിൻ്റെ ഒരു വലിപ്പവും മഹത്വവുമാണ് ഇത് അറിയിക്കുന്നത്. നുബൈഷ അൽ ഹുദലി താൻ സാക്ഷിയായൊരു സംഭവം ഉദ്ധരിക്കുന്നത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മിനയിലായിരിക്കെ
ഒരു വ്യക്തി വന്ന് ഈ അതീറയെക്കുറിച്ചും ഫറയിനെക്കുറിച്ചും പറയുന്നുണ്ട്. അതീറ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ റജബ് മാസം പിറന്നാൽ ആളുകൾ അർത്തിയിരുന്ന ഒരു പ്രത്യേക അറവാണ്. വിഗ്രഹാരാധനയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു അറവാണത്. അതേപോലെ തന്നെ മറ്റൊരു അറവാണ് ഫറ. ഒരു നിർണിത എണ്ണം മൃഗങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ജാഹിലിയത്തിൽ അവരുടെ ഒരു വിശ്വാസമായിരുന്നു ഫറ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി വന്നിട്ട് ചോദിക്കുന്നത്. ഇന്നാ കുന്നാന അതീറു അതീറത്തം ഫിൽ ജാഹിലിയത്തി ഫി റജബ്. റജബ് മാസത്തിൽ ജാഹിലിയത്തിൽ ഞങ്ങൾ അതീറയെ നൽകാറുണ്ടായിരുന്നു. അതീറ എന്ന് പറഞ്ഞാൽ റജബിൽ നൽകാനുള്ള ഒരു പ്രത്യേക അറവ്. അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിക്കുന്നത് ഫമാദാ തഅ്മുറുന യാ റസൂലല്ലാഹ്, റസൂലെ ഞങ്ങളോട് നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത് ഈ വിഷയത്തിൽ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ബഹു ലില്ലാഹി ഫി അയ്യി ഷഹ്രിൻ മാക്കാൻ. റജബിനെ പ്രത്യേകം ആക്കണ്ട, പിന്നെ വിഗ്രഹങ്ങൾക്ക് അറക്കും വേണ്ട. പിന്നെ ഇദ്ബഹു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അറക്കുക. ഫി അയ്യി ഷഹ്രിൻ മാക്കാൻ, ഏത് മാസത്തിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അറുത്തോളി. ധാരാളമായിട്ട് അറുത്തിട്ട് അതിൻ്റെ മാസം ദാനം ചെയ്യാൻ പറയണു. വബറുല്ലാഹ അസ്സ വജൽ വഅത്ഇമു, അള്ളാഹ്ക്ക് നിങ്ങളെന്ത് അറിവിലൂടെ പുണ്യപ്രവൃത്തി ചെയ്യുക, അഗതികൾക്ക് അതിൻ്റെ ഭക്ഷണം നൽകുകയും അതിൻ്റെ മാംസം നൽകുകയും ചെയ്യുക, അഗതികളെ ഊട്ടുക, അവർക്ക് അന്നം നൽകുക. ഇത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ അതീറത്ത് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ പ്രത്യേകത കൽപ്പിച്ചിട്ട് ജാഹിലിയത്തിൽ അർത്തിയിരുന്ന ഒരു അറവാണ്. അത് പലപ്പോഴും വിഗ്രഹങ്ങളുടെ പേരിലാണ് അർത്തിയിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അറവ് അള്ളാഹ്ക്കാക്കാൻ പറഞ്ഞു. റജബിനെ പ്രത്യേകമാക്കാൻ പാടുള്ളതല്ല, എല്ലാ മാസങ്ങളിലും അറക്കാൻ പറഞ്ഞു. പക്ഷേ വബറുല്ലാഹ്, അള്ളാഹ്ക്കായിരിക്കണം അറുക്കേണ്ടത്, ഈ പുണ്യപ്രവൃത്തി ചെയ്യേണ്ടത്. പിന്നെ വാതഇമു, സാധുക്കൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഈ ആഗതൻ മിനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലല്ലാഹ് ഇന്നാ കുന്നാ നുഫർരിഉ ഫറഅൻ ഫിൽ ജാഹിലിയ ഫമാ തഅ്മുറുന, ഞങ്ങൾ ജാഹിലിയത്തിൽ ഫറ അറക്കാറുണ്ട്. ഫറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗം ഒരു നിർണിത എണ്ണം എത്തിയാൽ നൽകുന്ന ഒരു അറവായിരുന്നു. അതും ഇതേപോലെ പിന്നെയുള്ള ഒരു തരം അന്ധവിശ്വാസത്തിൻ്റെ അറവായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് അവിടെ വെച്ച് പറഞ്ഞു എന്നാണ്, ഫീ കുല്ലി സായിമത്തിൻ ഫറഉൻ തഗ്ദുഹു മാശിയതക്. ചില നിവേദനങ്ങളിൽ ഫീ കുല്ലി സായിമത്തിൻ മിനൽ ഗനമി ഫറഉൻ തഗ്ദുഹു ഗനമക് എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഫീ കുല്ലി സായിമത്തിൻ, എല്ലാ മേഞ്ഞു തിന്നുന്ന മൃഗങ്ങളിലും ഫറഉൻ, ഒരു മൃഗത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് അറക്കാം, ഒരു മൃഗത്തെ അങ്ങനെ അറക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം. ഫീ കുല്ലി സായിമത്തിൻ എന്ന ചിലർ പറഞ്ഞത് എല്ലാ 100 കാലികൾ, ഇപ്പം 100 പോത്തുകൾ അല്ലെങ്കിൽ 100 കാളകൾ, 100 ഒട്ടകങ്ങൾ, 100 ആടുകൾ, അതിൽ ഒന്നിനെ ഫറ ആക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി അറക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം. തഗ്ദുഹു മാശിയതക്, നിൻ്റെ കാലികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ അങ്ങനെ ആ മൃഗത്തിനും ഈ ഫറഇനും നീ തീറ്റ കൊടുക്കുക. ചില നിവേദനങ്ങളിൽ ഫീ കുല്ലി സായിമത്തി മിനൽ ഗനം, ആടുകളിൽ നിന്ന് മേഞ്ഞു തിന്നുന്ന ഓരോ 100 ആടുകൾക്കും ഫറഉൻ, ഒരു ആടിനെ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ അറുത്ത് സാധുക്കൾക്ക് മാംസം കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം. തഗ്ദുഹു ഗനമക്, നിൻ്റെ ഇതര ആടുകൾക്ക് തിന്നാൻ കൊടുക്കുന്നത് നീ ഈ ആടിനും തിന്നാൻ കൊടുക്കുക. എന്നിട്ട് ഹത്ത ഇദസ്തഹ്മലൽ ദബ്ഹതഹു, ഈ അള്ളാഹ്ക്ക് വേണ്ടി അറക്കാൻ നിശ്ചയിച്ച ഈ ഫറ ഉണ്ടല്ലോ, അത് അറക്കാനുള്ള മാംസം വഹിച്ചാൽ, ചില നിവേദനങ്ങളിൽ പിന്നെ ഒട്ടകങ്ങളോ മറ്റോ ആണിയെങ്കിൽ ഹത്ത ഇദസ്തഹ്മലൽ ഹജീജ് എന്നാണ്, ഹാജിമാരെ ഏറ്റിപ്പോകാൻ വഹിക്കാനുള്ള പാകമെത്തിയാൽ ദബഹ്തഹു വതസദ്ദഖത ബിലഹ്മിഹി അലാ ഇബ്നി സബീൽ, ദബഹ്തഹു, നിനക്കതിനെ അറുക്കാം, എന്നിട്ട് വതസദ്ദഖത ബിലഹ്മിഹി, അതിൻ്റെ മാംസം നിനക്ക് ദാനം ചെയ്യാം, അല ഇബ്നി സബീൽ, ആർക്ക്? വഴിപോക്കന്. അതാണ് നമ്മുടെ വിഷയം. ഫഇന്ന ദാലിക ഹുവ ഖൈറുൻ, അത് ഖൈറാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഹത്ത ഇദസ്തഹ്മൽ, ഈ ഫറആയ ഈ മൃഗം ഹത്ത ഇദസ്തഹ്മൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാജിയെ വഹിക്കാൻ കഴിവും അതേപോലെ തന്നെ പിന്നെ വലിപ്പവും പ്രാപിച്ചാൽ, അത് ഈ പിന്നെ സായിമത്ത് ഒട്ടകമാണ് എങ്കിൽ ദബഹ്തഹു, നീ അതിനെ അറക്കുകയും വതസദ്ദഖ്ത ബിലഹ്മിഹി അല ഇബ്നി സബീൽ, അതിൻ്റെ മാംസം ഇബ്നു സബീലിന് നീ സദഖ ചെയ്യുകയും ചെയ്താൽ ഫഇന്ന ദാലിക ഹുവ ഖൈറുൻ, അതാകുന്നു നന്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടായി. ഇവിടെ വിഷയം ഉണ്ടോ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, നിങ്ങളിവിടെ ഈ ഫറഇൻ്റെ വിഷയത്തിൽ പറയുന്നത് വതസദ്ദഖ്ത ബിലഹ്മിഹി അല ഇബ്നി സബീൽ ഫഇന്ന ദാലിക ഹുവ ഖൈറുൻ,
ഇബ്നു സബീലിനെ അവിടെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചു. അപ്പോൾ നമ്മുടെ ദീനിൽ ഈ ഒരു വിഭാഗം ഇബ്നു സബീൽ, നോക്കൂ നിങ്ങൾ അവരുടെ അവസ്ഥ. സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരും മറ്റുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോന്ന് യാത്രാമാർഗം മുറിഞ്ഞവനാണ്. വിദേശിയാണ്, പരദേശിയാണ്, അവൻ ആവശ്യക്കാരനാണ്. ആ നാട്ടിൽ അവന് സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമേയില്ല. അത്ര യാത്ര വഴിമുട്ടിയവൻ. അവർക്കുള്ള പരിഗണനയാണ്. സക്കാത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗത്തിന് സക്കാത്ത് പറഞ്ഞപ്പോൾ ഇബ്നു സബീലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണി. ഞാനിത് ഇവിടെ പ്രത്യേകം ഇതൊക്കെ ഈ പ്രയോഗങ്ങളെ ഉണർത്തുന്നത് നമ്മുടെ ഈ ദീനിൻ്റെ മഹത്വവും മനുഷ്യർക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന വിലയും നിലയും അത് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന, നിരൂപിക്കുന്ന ചില ആളുകൾ ഇസ്ലാമിൽ നന്മ വശങ്ങൾ കാണാൻ സാഹസപ്പെടുന്ന, തത്രപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ നന്മയുടെ പുണ്യത്തിൻ്റെ പാഠങ്ങൾ കാണാൻ ഈ മഞ്ഞക്കണ്ണുള്ളവർക്ക് കഴിയാത്ത അവസ്ഥയുള്ളപ്പോൾ നമ്മുടെ ദീനിൻ്റെ മഹത്വങ്ങൾ, അതിലെ നന്മ വശങ്ങൾ, അതിലെ പുണ്യങ്ങൾ എത്ര എന്ന് നമ്മൾ പ്രത്യേകം വായിക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും നമ്മൾ ഇത്തരം വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദീനിൻ്റെ മഹത്വം, ഈ ദീനാകുന്ന അനുഗ്രഹം അതെത്രമേൽ മഹനീയം, ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിൽ ഈ പ്രയോഗങ്ങളെ വിശദീകരിക്കുമ്പോൾ പലതും നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. ഇപ്പോൾ ദവിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ, നമുക്കിതിനു മുമ്പ് ഇത് വന്നതാണ്. അതിൽ ഇബ്നു സബീൽ ഇപ്പോൾ നമുക്ക് പുതിയ പദമാണ് സൂറത്തുൽ ബഖറയിൽ തന്നെ. നമ്മൾ ഇതിനു മുമ്പ് 83-ാം വചനം പഠിച്ചപ്പോൾ വൈദ അഖദ്നാ മീസാഖ ബനീ ഇസ്രാഈല ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന വദിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ, അതിൽ നമുക്ക് ദിൽ ഖുർബ വന്നു, യതാമ വന്നു, വൽ മസാക്കീൻ വന്നു. അത് നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ പദങ്ങളൊക്കെ തേടുന്ന, അറിയിക്കുന്ന കുറേ വിഷയങ്ങൾ പലതും നമ്മൾ പഠിച്ചു പോയി. എന്നാലും ചിലതൊക്കെ അതിൽ ഓർമ്മ പുതുക്കാനും മറ്റ് ചില വിജ്ഞാനങ്ങൾ പുതുതായി നമുക്ക് ലഭിക്കാനും വേണ്ടിയാണ് വിശദീകരിച്ചത്. അതിൽ ഇബ്നു സബീൽ, ഇനി നമുക്ക് വസായിലീൻ, ഇതാണ് മനസ്സിലാക്കുവാനുള്ളത്. അതൊക്കെ നമുക്ക് പുതിയ പ്രയോഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളത് അല്പം വിശദമായിട്ട് തന്നെ പഠിച്ച് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ, അതിൻ്റെ തുടർച്ചയിൽ വസായിലീന എന്നത് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.